ശ്രീ ഡി കെ മുരളി. 2013 LARR ആക്ട് അനുസരിച്ച് വില നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും അത് മുൻ നിയമത്തേക്കാൾ എന്തുമാത്രം വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നുവെന്നും വിശദീകരിക്കാനാവും. അല്ല സാർ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നേരത്തെ നമ്മൾ ഭൂമി ഏറ്റെടുത്തിരുന്നത് 1894 ലാൻഡ് അക്വസിഷൻ ആക്ട് പ്രകാരമാണ്. ആ ഭൂമി ഏറ്റെടുക്കൽ ഇതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് സാർ. നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട് സാർ. അത് ഒരു നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് എത്ര, 20 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ കഴിഞ്ഞാൽ നിലവിലുള്ള വിലയുടെ ഇരട്ടി വില നമുക്ക് ലഭ്യമാകും. നേരത്തെ ഉണ്ടായിരുന്നത് 30% സ്വലേഷ്യ, ഇപ്പം അത് 100% വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. 2013 നിയമത്തിൽ 3 വർഷത്തിനുള്ളിൽ ആ പ്രദേശത്ത് നടന്ന ആധാരങ്ങളുടെ ഏറ്റവും കൂടിയ വിലയാണ് നമുക്ക് എടുക്കാൻ കഴിയുക. എന്നാൽ 1894 നിയമപ്രകാരം കമ്പോള വില നിശ്ചയിക്കുന്ന ശതമാനവും സദൃശ്യമായിട്ടുള്ള വിലകളും മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയൂ സാർ. ഇതിൽ അതിനേക്കാൾ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രശ്നം, ഫോർവൺ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് അത് അവാർഡ് ചെയ്യുന്നത് വരെയുള്ള കാലത്ത് 12% പലിശ ആളുകൾക്ക് ലഭ്യമാകുകയാണ്. യഥാർത്ഥത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി വരെ വില കിട്ടാവുന്ന വിധത്തിലാണ് LARR 2013 നിശ്ചയിച്ചിട്ടുള്ളത്. കുറച്ച് കാലതാമസം ഉണ്ടാകും എന്ന പ്രശ്നം മറികടക്കാൻ വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം കൂടി നടത്തി കഴിഞ്ഞാൽ നല്ല വില കിട്ടും. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആട്ടിയോടിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണിത്. ആ വിധത്തിലുള്ള വില നൽകുകയും ചെയ്യുന്നത്.